ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഡയറ്റ് എടുക്കാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാം, നമ്മുടെ വണ്ണം കുറയ്ക്കാം, നമ്മുടെ ഗട്ടിൽ കാണപ്പെടുന്ന കുടലിൽ കാണപ്പെടുന്ന ഗട്ട് മൈക്രോബിനെ, ശരീരത്തിനും ആരോഗ്യത്തിനും ആവശ്യമായ ഗട്ട് മൈക്രോബിനെ നറിഷ് ചെയ്ത് അവയുടെ വളർച്ചയ്ക്ക് സഹായകമായി ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ നമ്മളിൽ പലരും സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഈ ഡയറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വിശന്നിരിക്കുക. നമുക്കൊക്കെ ഒട്ടും താല്പര്യമില്ല എങ്കിൽ പോലും ഈ വിശപ്പൊക്കെ സഹിച്ചിരിക്കാൻ നാം പ്രേരിതരാകും. വീട്ടിലെ എല്ലാവരും ഭക്ഷണം രുചിച്ച് കഴിക്കുന്നതും നോക്കി വെള്ളമിറക്കി വിശപ്പ് സഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇനി അത്തരത്തിലൊന്നും ഉണ്ടാകില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ നാം നോക്കാൻ പോകുന്നത് ആഹാരത്തിൽ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തി എങ്ങനെ ആരോഗ്യത്തെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതും ഈ ഡയറ്റ് ഒന്നും എടുക്കാതെ തന്നെ. ഞാൻ ഇനി പറയാൻ പോകുന്ന ഡയറ്റ് ചേഞ്ചസ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആയുർദൈർഘ്യം കൂട്ടാം, അതായത് ആയുസ് കൂട്ടാം, നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാം, അതുപോലെ ഗട്ട് മൈക്രോബിനെ നറിഷ് ചെയ്ത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം. ഈ ചേഞ്ചസ് ഒക്കെ സിമ്പിൾ ആണ്, ബട്ട് പവർഫുള്ളുമാണ്. ഫസ്റ്റ് വൺ, ഈ മൈക്രോബ് ഫ്രണ്ട്ലി ഫുഡിൽ ഫോക്കസ് ചെയ്യുക. എന്താണ് ഈ മൈക്രോബ് ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓട്സ്, പയറും പയർവർഗ്ഗങ്ങളും, ചിക്ക് പീസ്, ബ്രൗൺ റൈസ്, പിന്നെ മറ്റ് ഹോൾ ഗ്രെയിൻസും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. കൂടാതെ നട്ട്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇവയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇവയെല്ലാം തന്നെ മൈക്രോബയോം എൻഹാൻസർ ഡയറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മുടെ കുടലിൽ, ഗട്ടിൽ കാണപ്പെടുന്ന ശരീരത്തിന് ആവശ്യമായ, ആരോഗ്യത്തിന് ആവശ്യമായ മൈക്രോബയോമുകളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇവയൊക്കെ. ഇതിലൂടെ നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ തന്നെ ഇംപ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇനി മൈക്രോബ് ഫ്രണ്ട്ലി ഡയറ്റായി പരിഗണിക്കാവുന്ന മറ്റൊരു കാറ്റഗറി ഡയറ്റ് എന്ന് പറയുന്നത് ഫൈബർ റിച്ച് ഫുഡാണ്. നാരുകൾ അധികം അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ. നാരുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അവിടെ കഴിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗം ജനത കൂടെ ഉണ്ട്. അതാണ് ഗട്ട് മൈക്രോബയോംസ്. നല്ലൊരളവിൽ ഫൈബർ അടങ്ങിയ ഹൈ ഫൈബർ ഹോൾ ഫുഡ് കഴിക്കുമ്പോഴും ഫൈബർ ഒട്ടും തന്നെ അടങ്ങാത്ത അൾട്രാ പ്രോസസ്ഡ് ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോഴും ലഭിക്കുന്ന കാലറി ഇല്ലേ, ആ കാലറിയോട് നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലാണ്. നിങ്ങളിപ്പോൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു എന്നിരിക്കട്ടെ. ഇത് ദഹന വ്യവസ്ഥയുടെ ആദ്യ ഭാഗത്ത് തന്നെ ആ ശരീരം അബ്സോർബ് ചെയ്തെടുക്കും. ദഹന വ്യവസ്ഥയുടെ ഏറ്റവും ഒടുവിൽ കാണുന്ന ശരീരത്തിന് ആവശ്യമായ, ആരോഗ്യത്തിന് ആവശ്യമായ ഗട്ട് മൈക്രോബുകൾക്ക് ആഹാരം എത്തുന്നു അവിടെ ഇല്ല. ബട്ട് അതേസമയം നിങ്ങൾ ജങ്ക് ഫുഡ്സിന് പകരമായി ഹൈ ഫൈബർ അടങ്ങിയ ഹോൾ ഫുഡ്സ് ആണ് കഴിക്കുന്നു എന്നിരിക്കട്ടെ. ഇവിടെ കഥ നമുക്ക് അനുകൂലമായി മാറും. ഇത് വളരെ പെട്ടെന്നൊന്നും അബ്സോർബായി പോകില്ല. ദഹന വ്യവസ്ഥയുടെ ഏറ്റവും ഒടുവിലെ വൻകുടലിൽ കണ്ടുവരുന്ന കോടിക്കണക്കിന് ഗട്ട് മൈക്രോബ്സുകൾക്ക് ആഹാരം ചെന്നെത്തും. അതുവഴി അവ വളരും, നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും. നാം ശ്രദ്ധ പുലർത്തേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാക്കേജ് ചെയ്തു വരുന്ന ആഹാര പദാർത്ഥങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പാക്കേജ്ഡ് ഫുഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന നെഗറ്റീവ് എഫക്ട്സിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. ചില പാക്കേജ്ഡ് ഫുഡുകളുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കാണാം മിനിമലി പ്രോസസ്ഡ്, ഗ്രാസ് ഫെഡ്, ഹോൾ ഗ്രെയിൻസ്, പാസ്ചറൈസ്ഡ്, സീസണൽ എന്നൊക്കെ. ഇവയൊക്കെ തിരഞ്ഞെടുക്കാം. ഇനി ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ, അഡിറ്റീവ്സ് അടങ്ങിയ, നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കെമിക്കൽസ് അടങ്ങിയ പാക്കേജ്ഡ് ഫുഡ് തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം അടങ്ങിയ പാക്കേജ്ഡ് ഫുഡ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോൾ ഓർക്കേണ്ടത് 500 കാലറി അധികം നിങ്ങൾ അവിടെ കഴിക്കുകയാണ്. കാലറി അധികമായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിരവധിയുമാണ്. പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് നിർമ്മിക്കുന്നത് തന്നെ നമ്മുടെ സറ്റൈറ്റി മെക്കാനിസത്തെ മറികടക്കുന്ന തരത്തിലാണ്. എന്താണ് ഈ സറ്റൈറ്റി മെക്കാനിസം എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ പറയും ഇന്നത്തേക്ക് ഇത്രയും മതി, ഇറ്റ്സ് എനഫ് എന്ന്. അപ്പോൾ ആ ഒരു തോന്നൽ ഉണ്ടാകില്ലേ, അത് തന്നെയാണ് സിംപ്ലി സറ്റൈറ്റി മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഒരു തോന്നലിനെയാണ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നത്. നമുക്ക് ആവശ്യമായ ആഹാരം ഉള്ളിലെത്തിയാലും നമുക്ക് ആ തോന്നൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരം വാരി വലിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും. ഓവർ ഈറ്റിംഗ് നടക്കും, കാലറി കൂടും, വണ്ണം കൂടും. നിങ്ങളുടെ ആഹാരത്തിൽ പ്രോട്ടീന്റെയും ഹെൽത്തി ഫാറ്റിന്റെയും ഫുഡ് സോഴ്സുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതിനുവേണ്ടി ഡിഫറൻ്റ് ആയ നട്ട്സ്, സീഡ്സ്, അവക്കാഡോ, എഗ്സ്, ചിക്കൻ, സീ ഫുഡ്സ്, യോഗർട്ട് ഇതെല്ലാം ഉൾപ്പെടുത്താം. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയി കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത്, എന്തുകൊണ്ടും നല്ലത്, ക്വാളിറ്റി ആയ കാർബോഹൈഡ്രേറ്റ് സെലക്ട് ചെയ്ത് അത് ഉപയോഗിക്കുന്നതാണ്. വൈറ്റ് ആൻഡ് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് ഈ പാസ്ട്രീസ്, പാസ്ത, ബ്രെഡ് ഇതൊക്കെ. ഇവയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അൺറിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സോ, ഹോൾ ഗ്രെയിൻസോ, ഹോൾ വീറ്റ് ബ്രെഡോ, ബീൻസോ, പയറും പയർവർഗ്ഗങ്ങളുമോ,
ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ഉപയോഗിക്കാം. ഈ പറഞ്ഞ ക്വാളിറ്റി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കാം. എന്തൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്? ക്യാൻസർ, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് തുടങ്ങിയവ. കാലറി എത്ര എടുക്കുന്നു എന്ന് ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാം. ഈ ബ്ലൂ സോൺ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ബ്ലൂ സോൺ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. ഈ പ്ലേസിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആയുസ് അല്ലെങ്കിൽ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 100 വയസ്സോ അതിൽ കൂടുതലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെയൊക്കെ സെന്റനേറിയൻസ് എന്നാണ് പറയുന്നത്. എന്തായിരിക്കും ഇവരുടെയൊക്കെ ഈ അസാധാരണമായ ദീർഘായുസിന്റെ രഹസ്യം എന്ന് പറയുന്നത്? ജനറലി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ലൈഫും ദീർഘായുസുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം, നല്ല വിഹാരങ്ങൾ അനുഷ്ഠിക്കണം. ഈ വിഹാരത്തിൽ തന്നെ നല്ല ഉറക്കവും ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ബ്ലൂ സോണിൽ ജീവിക്കുന്ന മനുഷ്യരും ഇത് ഫോളോ ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അവർ കഴിക്കുന്ന ആഹാരം അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും 1 കപ്പ് ബീൻസ്, കടല, പയറും പയർവർഗ്ഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നാരുകൾ കൊണ്ട് സമ്പുഷ്ടമായ മറ്റ് സസ്യാഹാരങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇത്തരം ആഹാരങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ആയുസ് കൂട്ടാം, ചിലപ്പോൾ സെന്റനേറിയൻസും ആകാം. ഇനി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്താഴം അത് കുറച്ചു മതി. കാരണം നമ്മൾ രാവിലെ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാനും നല്ലവണ്ണം ദഹിപ്പിക്കാനും ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം മാക്സിമം എഫേർട്ട് ഇടുന്നത്, പ്രാധാന്യം നൽകുന്നത്. അതേസമയം രാവിലെ മാറി രാത്രിയിലോട്ട് പോകുമ്പോൾ നമ്മൾ രാത്രി കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ആ ഒരു ദഹന പ്രക്രിയയുടെ തന്നെ കാര്യക്ഷമത കുറയും. രാവിലെ 9 മണിക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനുണ്ടാകുന്ന മെറ്റബോളിക് എഫക്റ്റും രാത്രി 9 മണിക്ക് അതേ ആഹാരം കഴിച്ചാൽ ഉണ്ടാകുന്ന മെറ്റബോളിക് എഫക്റ്റും തമ്മിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കാലറിയുടെ ഭൂരിഭാഗവും ആ ദിവസത്തിന് നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കേട്ടിട്ടില്ലേ? വലിയ പ്രഭാത ഭക്ഷണം, മിതമായ ഉച്ചഭക്ഷണം, ചെറിയ അത്താഴം. ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, ലഞ്ച് ലൈക്ക് എ പ്രിൻസ്, ഡിന്നർ ലൈക്ക് എ പോപ്പർ. നിങ്ങളുടെ ഗട്ട് മൈക്രോബിന് വെറൈറ്റീസ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ആഴ്ചയിൽ 30 വ്യത്യസ്ത തരത്തിലുള്ള സസ്യാഹാരങ്ങൾ കഴിക്കുമെന്ന്. നിങ്ങളിത് കേൾക്കുമ്പോൾ ഷോക്കായി പോകും, 30 വെറൈറ്റീസോ? ബട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നിങ്ങൾ അതിന്റെ പകുതി വെറൈറ്റി സസ്യാഹാരങ്ങൾ കഴിക്കുകയാണ് ഇപ്പോഴും. ഇനി ആഹാരം കഴിക്കുമ്പോൾ പ്രയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് മീൽ സീക്വൻസിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ആദ്യം പ്രോട്ടീന്റെയോ നാരുകൾ അധികം അടങ്ങിയ ആഹാരങ്ങളോ കഴിച്ചാൽ ദഹനം പതുക്കെയാകും. ഇത് നല്ലതാണോ? ഓഫ് കോഴ്സ് നല്ലതാണ്. ആമാശയത്തിൽ ഫുഡ് എത്ര നേരം കിടന്ന് ഡൈജസ്റ്റ് ആകുന്നുവോ അത്രയും നല്ലതാണ്. സോ അപ്പോൾ എങ്ങനെ ഡയറ്റിൽ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം, വണ്ണം കുറയ്ക്കാം, ഗട്ട് മൈക്രോബിനെ നറിഷ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഹെൽത്ത്ഫുൾ ആയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.